ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ സ്കൂൾ സ്റ്റോറി നമ്പർ 6. ഇന്നലെ സ്റ്റോറി ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം പറഞ്ഞ പോലെ സ്കൂൾ അവധി കിട്ടി, മഴ കാരണം. അങ്ങനെ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു എക്സാം. ഓക്കെ, സോ എനിക്കിന്ന് ഫസ്റ്റ് ഹാഫിൽ ഇൻവിജിലേഷൻ ഡ്യൂട്ടി 2 പീരീഡ് ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഇൻവിജിലേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇൻവിജിലേഷൻ ഡ്യൂട്ടി പോയി, 3 മണിക്കൂർ പോയി. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇവിടെ സ്കൂൾ എന്ന് പറയുന്നത് 5 മണി വരെ ഉണ്ട്. ഫോർ 9th and 10th 5 മണി വരെ ഉണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ കുട്ടികൾ എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡുകാർ 4 മണി വരെ എക്സാം എഴുതി. 1 മണിക്ക് തുടങ്ങിയ എക്സാം 4 മണി വരെ എഴുതി, 3 മണിക്കൂർ എക്സാം ഇവർ എഴുതി. ഈ എഴുതി കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ അടുത്ത് 4 മണി തൊട്ട് 5 മണി വരെ നാളത്തെ സബ്ജക്റ്റ് ഏതാണോ അതിനിരുന്ന് പഠിക്കാൻ പറയുമ്പോൾ പിള്ളേർ പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അവർ ടയർഡാണ്, അവരെ പുസ്തകത്തിലേക്ക് നോക്കുന്നില്ല. ബട്ട് ദേ ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബുക്ക് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അതർ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അല്ലാണ്ട് ഐ ഡോണ്ട് ഫീൽ അവർ ഭയങ്കര ഇഷ്ടത്തോടെ നാളത്തെ സബ്ജക്റ്റിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കണം എന്നുള്ളത്. എവറി ഹ്യൂമൻ ബീങ്സ് നീഡ് സം റെസ്റ്റ്. ഒരു 3 മണിക്കൂർ എക്സാം എഴുതി കഴിഞ്ഞ് വന്ന് ഇരിക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ അത് പിന്നെയും പഠിക്കുക പറയണമെന്ന് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരായിട്ട് എനിക്ക് തന്ന ക്ലാസ്സിൽ ഞാൻ പോയി സംസാരിച്ച് ഞങ്ങൾ വേറെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. ബിക്കോസ് അവർക്ക് ഞാനൊരു ശരിക്കും ഒരു ഏരിയനെ പോലെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയുണ്ട്, ടൂറിസ്റ്റ് പ്ലേസ് എന്താണ്, അവിടുത്തെ ഫുഡ് എന്താണ്, അപ്പോൾ ഒരുപാട് ഞങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്. സോ ഐ ഫീൽ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ശരിയല്ല. വാട്ട് അതർ ടീച്ചേഴ്സ് ഡു, അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട്, ഇവിടുത്തെ ഒരു സിസ്റ്റം ഏത് സമയവും പഠിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് എസ്പെഷ്യലി 10th സ്റ്റാൻഡേർഡ് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് റൈറ്റ്. പഠിക്കണം, ഞാൻ പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്. ഒരു ബ്രേക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പഠിക്കാമല്ലോ അല്ലേ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് പറയാം. വേറെ ടീച്ചേഴ്സിന് പല രീതിയിലായിരിക്കും. സോ ദിസ് ഈസ് മൈ ടുഡേസ് incident or the story which I felt to share. Thanks for watching. See you guys.